ഞാൻ എന്താ ചെയ്യാ മാഡം? എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല. കൃഷ്ണ, ഇപ്പോഴത്തെ അവസ്ഥയിൽ ഗാഥയെ ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ ഒരു കാരണവശാലും പറ്റില്ല. മാഡം പറയും ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. ഇത്രയും നാളും എന്തൊക്കെയോ കള്ളത്തരങ്ങൾ കാണിച്ചു കൂട്ടി. ഇനിയൊരു പക്ഷേ അതൊന്നും നടന്നില്ലെങ്കിലോ? ഗാഥമോളെ, കഴിഞ്ഞ കാര്യങ്ങളൊക്കെ മോള് മറന്നു കളഞ്ഞേക്ക്. ഇതിപ്പോ ജീവിതത്തിന്റെ പുതിയൊരു തുടക്കമായിട്ട് കണ്ടാ മതി കേട്ടോ. എന്താടാ, സന്തോഷായോ നിനക്ക്? നാളെ പൂജ നടത്തുന്നതിൽ എന്തെങ്കിലും വിരോധമുണ്ടോ? കാര്യം ഇതാണെന്ന് നേരത്തെ പറയണ്ടേ? പൂജകൾ നടന്നോട്ടെ, അല്ലേ കഥ? ഇത് എന്തു പറ്റി ഈ കുട്ടിക്ക്? പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോ ടെൻഷൻ ഉണ്ടാവും സുമിത്രേ. മക്കള് യാത്രയൊക്കെ കഴിഞ്ഞു വന്നതല്ലേ, മുറിയിൽ പോയി ഒന്ന് ഫ്രഷ് ആവ്. തമാടോ. നന്ദ, ഇപ്പൊ തന്നെ പൂജാരിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഏർപ്പാട് ചെയ്യേ. എല്ലാം ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടമ്മേ. നവീൻ വന്ന് അവൻ്റെ ഒരു സമ്മതം കിട്ടേണ്ട കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഒന്നും ഉണ്ടാവില്ല എന്ന് കരുതാം, അല്ലേ അമ്മേ? നീ ധൈര്യമായിട്ട് ചെല്ലു സുമിത്രേ. അമ്മേ, നമ്മളീ തീരുമാനിച്ച കാര്യങ്ങളിൽ ഇനിയൊരു മാറ്റം വേണ്ട. വേണ്ട. അവന്റെ മണിയറയിലേക്ക് പ്രവേശിക്കേണ്ടത് കൃഷ്ണ തന്നെയാ. അത് ഞാനോ നീയോ തീരുമാനിച്ചതല്ല, ദൈവത്തിന്റെ തീരുമാനമാ. അതങ്ങനെ തന്നെ നടക്കട്ടെ. മാം, കൃഷ്ണയ. മാഡം, ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താ? ഞാൻ എന്താ ചെയ്യാ മാഡം? എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല. കൃഷ്ണ, ഇപ്പോഴത്തെ അവസ്ഥയിൽ ഗാഥയെ ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ ഒരു കാരണവശാലും പറ്റില്ല. മാഡം പറയും ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. ഇത്രയും നാളും എന്തൊക്കെയോ കള്ളത്തരങ്ങൾ കാണിച്ചു കൂട്ടി. ഇനിയൊരു പക്ഷേ അതൊന്നും നടന്നില്ലെങ്കിലോ? നാളെ പൂജ നടക്കുന്ന സമയത്ത് ഞാൻ അങ്ങോട്ട് വരാം. വന്നതിന് ശേഷം അവിടുത്തെ സാഹചര്യമെല്ലാം ഒന്ന് നോക്കിയിട്ട് എന്തെങ്കിലും ഒരു മാർഗം നമുക്ക് കണ്ടെത്താം. മാഡം, വിശ്വസിക്കൂ കുട്ടി, ദൈവം നമ്മളെ കൈവിടില്ല. നാളെ ഒരു മാർഗം നമ്മുടെ മുന്നിലുണ്ടാവും. നീ ഒന്ന് സമാധാനിക്ക്. മാഡം, ഞാൻ മാഡത്തെ പരിപൂർണമായിട്ടും വിശ്വസിക്കാം. നവീന്റെയും ഗാഥയുടെയും ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകണം തന്നെയാ ഈ നേരം വരെ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതെനിക്കറിയാം. നിന്നെപ്പോലെ നന്മ നിറഞ്ഞ ഒരാളുടെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കില്ല. ആ വിശ്വാസത്തിലാ ഞാൻ ഇവിടെ പിടിച്ചു നിൽക്കുന്നത്. കൃഷ്ണ, ഫോൺ വെച്ചോ. നമുക്ക് നാളെ കാണാം. ശരി. ഒരു നിമിഷമെങ്കിലും അവളെ സംശയിച്ചു പോയതിൽ ഇപ്പൊ ശരിക്കും കുറ്റബോധം തോന്നുന്നു സിനി. മാം, യെസ്, ആത്മാർത്ഥത എന്ന വാക്കിന്റെ 100% വരുന്ന അർത്ഥമാണ് കൃഷ്ണ. അല്ലെങ്കിൽ ഇപ്പോ ഇക്കാര്യം പറഞ്ഞ് അവളെന്നെ വിളിക്കില്ലായിരുന്നു. പലപ്പോഴും മാം ആ കുട്ടിയെ തെറ്റിദ്ധരിക്കുന്ന കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ട്. എല്ലാം കഴിയട്ടെ സിനി. എൻ്റെ പ്രായശ്ചിത്തം ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതെനിക്ക് ചെയ്യണം. മറ്റെന്തൊക്കെ പ്രശ്നങ്ങൾ അവളുടെ ചുറ്റിനും ഉണ്ടെങ്കിലും അവളെ എനിക്കിഷ്ടം. കൃഷ്ണയോട് ബഹുമാനമേ ഉള്ളൂ.
ആ താൻ വന്നോ? അതെ, നാളത്തെ നമ്മുടെ ശാന്തി മുഹൂർത്തത്തിന് ഏത് ഡ്രസ്സാണ് നമ്മൾ ധരിക്കേണ്ടത്? ദേ എല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് താനൊന്ന് സെലക്ട് ചെയ്താൽ മാത്രം മതി. വെറുതെ നിന്നൊന്നും ശരിയാവില്ല. താൻ സെലക്ട് ചെയ്ത ഡ്രസ്സ് ഏതാണോ അതാണ് നമ്മൾ നാളെ ധരിക്കുക. നോക്ക്. എനിക്കൊന്നും അറിയില്ല, നവീൻ തന്നെ തീരുമാനിച്ചോളൂ. അങ്ങനെ പറയാനാണെങ്കിൽ എനിക്കിതെല്ലാം എടുത്ത് നിരത്തി വെക്കേണ്ട ആവശ്യമുണ്ടോ? താൻ തന്നെ സെലക്ട് ചെയ്തേ പറ്റൂ. ഹാ, എന്താണോ ഇത്? ഉടയാടെ എന്തായാലും കുഴപ്പമില്ല. ഈ മുഖത്തിന്റെ സൗന്ദര്യം ഇങ്ങനെ നിലനിന്നാ മതി. ഇപ്പൊ കണ്ടോ, എന്തൊരു സൗന്ദര്യ, എന്തൊരു ശാന്തത. ഇതല്ലേ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്. സാറേ, അയ്യോ, അയ്യേ, സോറി സാറേ. ഞാനേ ഈ ശാന്തി മുഹൂർത്തം എന്നൊക്കെ പറഞ്ഞാലേ അതിന് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതൊന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാ. പക്ഷെ സമയം അത്ര നല്ലതായിരുന്നില്ല. സമയം നോക്കാതെ കയറി വരാൻ തന്നെക്കാൾ മിടുക്കനായിട്ട് ഈ ലോകത്ത് വേറെ ആരുമില്ലല്ലോ. തന്റെ ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യണോ? അത് ഞാൻ പൊളിക്കും. അതെ സാറേ, എന്നാലും ഗാഥമാടവും സാറും കൂടി കൃത്യമായിട്ട് ഒരു ചാർട്ട് തന്നിരുന്നെങ്കിൽ. താനൊന്ന് പോകുന്നുണ്ടോ മാണിക്കുഞ്ഞ്? എന്റെ പൊന്നു സാറേ, ഇങ്ങനെ കിടന്ന് ബഹളം വെക്കാതെ. അതെ, നാളത്തെ ശാന്തി മുഹൂർത്തം കഴിഞ്ഞാ പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്ത് വേണേലും ആകാമല്ലോ. ഞാൻ പിന്നെ ഈ മുറിയുടെ പരിസരത്ത് പോലും വരില്ല. ഗാഥമാടം, ഞാൻ പറയുന്നത് വാക്കാണേ. വാക്കാ. എടോ, താനിപ്പോ ഇവിടുന്ന് പോവാനായിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? അല്ല സാറേ, അപ്പൊ ഒരുക്കങ്ങള്. എടോ, താൻ എന്തെങ്കിലും പോയി ഒരുക്കടോ.